സംസ്ഥാനത്തിന്റെ സമ്മർദ്ദം ഫലം കണ്ടു. NCERT പാഠപുസ്തകങ്ങളിൽ ഭാരതമെന്ന് നിർബന്ധമാക്കില്ലെന്ന കേന്ദ്ര മാനവശേഷി വികസന മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്ര സർക്കാരിന് അയച്ച കത്തിനുള്ള മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. വിജയനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിജയനാദ്യം തന്നെ എന്താണ് വിവരങ്ങൾ? കീർത്തി, നേരത്തെ NCERT ഉപസമിതി ഇത്തരത്തിലൊരു ഭാരതം എന്ന പേര് നിർബന്ധമാക്കണമെന്ന ശുപാർശ നൽകിയിരുന്നു. ഇതിനെതിരെയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും ഒപ്പം തന്നെ പ്രധാനമന്ത്രിക്കും കത്തയച്ചിരുന്നത്. അതിനുള്ള മറുപടിയിലാണ് ഇപ്പോൾ ഭാരതം എന്ന പേര് നിർബന്ധമാക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള മറുപടി നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ യൂണിയൻ ആർട്ടിക്കിൾ 1 പ്രകാരം ഇന്ത്യൻ യൂണിയനാണ്. അതിൽ ഭാരതമെന്നും ഇന്ത്യയെന്നും മാറി മാറി ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ NCERT പാഠപുസ്തകങ്ങളിൽ ഇത് നിർബന്ധമാക്കാൻ കഴിയില്ല എന്ന മറുപടിയാണ് ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അയച്ച കത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ പാഠപുസ്തകങ്ങളിലും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക പേരുകളിലുമെല്ലാം ഭാരതം എന്ന പേര് മാറ്റുന്നതിനെതിരായി വലിയ തരത്തിലുള്ള വിമർശനം രാജ്യത്തും അതുപോലെ തന്നെ സംസ്ഥാനത്തും ഉയർന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികൾക്കെതിരായിട്ടുള്ള ശക്തമായ സമ്മർദ്ദം സംസ്ഥാന സർക്കാർ രേഖപ്പെടുത്തിയത്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ രാജ്യത്ത് തന്നെ എല്ലാ NCERT പാഠപുസ്തകങ്ങളിലും ഭാരതം എന്ന പേര് മാത്രം മതി എന്ന അത്തരത്തിലുള്ള ഒരു ശുപാർശ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തിരുത്തിയിരിക്കുന്നത്. ഇതിൽ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി ഇന്ത്യയുടെ പേര് ഇന്ത്യ എന്നും ഭാരതമെന്നും ഉപയോഗിക്കാം എന്ന് കൃത്യമായി വ്യക്തമാക്കുന്ന മറുപടിയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് ധർമ്മേന്ദ്ര പ്രധാൻ നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു പാഠപുസ്തകങ്ങളിൽ ഇന്ത്യയുടെ ചരിത്രം തന്നെ തിരുത്തിക്കുറിക്കാനുള്ള ഒരു നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ആ ചരിത്രം തന്നെ തിരുത്താനുള്ള ഒരു നീക്കമായിട്ടായിരുന്നു പാഠപുസ്തകങ്ങളിലെ ഇന്ത്യയുടെ പേര് ഭാരതമാക്കണം എന്ന ശുപാർശ NCERT സമർപ്പിച്ചിട്ടുള്ളത്. ഇതിനെതിരെയാണ് വലിയ വിമർശനം ഉയർന്നത്. സംസ്ഥാനമാണ് ആദ്യമായി ഇത്തരത്തിൽ ഈ പേര് മാറ്റുന്നതിന് എതിരായി കേന്ദ്ര സർക്കാരിനെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിലൊരു കത്ത് പ്രധാനമന്ത്രിക്കും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും നൽകിയത്. എന്തായാലും അതിനുള്ള മറുപടിയിലാണ് കൃത്യമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നത്. ഇന്ത്യ എന്ന പേര് ഭാരതമെന്ന് മാത്രം ഉച്ചരിക്കേണ്ട സാഹചര്യമില്ല. നിലവിൽ ഭരണഘടന പ്രകാരം ഇന്ത്യയെന്നും ഭാരതമെന്നും മാറി മാറി ഉപയോഗിക്കാം എന്ന മറുപടിയാണ് ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നൽകിയിരിക്കുന്നത്. വിജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിന്റെ സമ്മർദ്ദം ഫലം കണ്ടു എന്ന് തന്നെ പറയാമല്ലേ? കാരണം നേരത്തെ വിജയൻ പറയുകയുണ്ടായി, ആദ്യം തന്നെ ഇത് നിർബന്ധമാക്കരുത്, ഇങ്ങനെ ഒരു നിബന്ധന ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുന്നത് കേരളമാണ്. പിന്നീടാണ് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. ഇതിപ്പോൾ NCERT പാഠപുസ്തകങ്ങളിൽ മാത്രമല്ല പലയിടങ്ങളിലും ഇന്ത്യ എന്നതിന് പകരം ഭാരതം എന്നാക്കിയതൊക്കെ കണ്ടു. എന്നാൽ ഇവിടെ ഇതിപ്പോൾ ഈ പാഠപുസ്തകങ്ങളിൽ ഭാരതം എന്ന നിർബന്ധമാക്കില്ല എന്ന ഇപ്പോൾ മന്ത്രി പറയുന്നത് ഏറെ ശുഭകരമായ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത തന്നെയല്ലേ? തീർച്ചയായും കീർത്തി, നേരത്തെ ഈ രാജ്യാന്തര ഉച്ചകോടികളിലും ഒപ്പം തന്നെ മറ്റ് കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളിലും ഉൾപ്പെടെ ഇന്ത്യ എന്ന പേര് മാറ്റി ഭാരതം എന്ന പേര് നെയിം ബോർഡുകളിൽ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഒരു നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഇതിനെതിരെയെല്ലാം വലിയ വിമർശനമാണ് ഉയർന്നിരുന്നത്. നേരത്തെ ഈ ചരിത്രകാരന്മാരുടെയും അതുപോലെ തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഭാഗം എല്ലാം NCERT പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇത് പൂർണ്ണമായും ഇന്ത്യൻ ചരിത്രത്തെ മറക്കാനുള്ളൊരു നീക്കത്തിന്റെ ഭാഗമായി ഇരുന്നു എന്ന വിമർശനം വലിയ രീതിയിൽ രാജ്യത്ത് തന്നെ ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ അവസാനം എന്നോണമാണ് രാജ്യത്തെ NCERT പാഠപുസ്തകങ്ങളിൽ ഇത്തരത്തിൽ ഇന്ത്യയുടെ പേര് ഭാരതമെന്ന് ആക്കി മാറ്റണം എന്ന നിർദ്ദേശം, ഒരു ശുപാർശ NCERTയുടെ ഉപസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. ഇതിനെതിരെയും പല സംസ്ഥാനങ്ങളും വിമർശനം ഉന്നയിച്ചിരുന്നു. പക്ഷേ കേരളമാണ് ഇക്കാര്യത്തിൽ ആദ്യമായി. ശരി, വിജയനാണ് കൂടുതൽ വിവരങ്ങൾ